സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ TVK സർക്കാരിന്റെ നയം വ്യക്തമാക്കി വിജയ്. സ്റ്റാലിൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു ആദ്യ പ്രസംഗം. സുതാര്യമായ ഭരണം ഉറപ്പാക്കുമെന്നും അഴിമതിക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും വിജയുടെ ഉറപ്പ്. 3 പ്രധാനപ്പെട്ട ഉത്തരവുകളിൽ ചുമതലയേറ്റ ശേഷം മുഖ്യമന്ത്രി ഒപ്പുവെച്ചു. വിജയ് തമ്പി നീ വാ നാങ്ക இருக்கோம். വിജയ് തമ്പി നീ വാ നാങ്ക இருக்கோம். അണ്ണാ നീ വാടാ നാങ്ങളാ இருக்கோம். നൻപാ നീ വാ നൻപാ നാങ്ങളാ இருக்கோம்னு சொல்லி അടിമുടി സിനിമ സ്റ്റൈൽ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം വൈകാരികമായ അഭിസംബോധന. പെൺകൾ പാതുകാപ്പ് ரொம்ப സ്ട്രിക്റ്റാ വെച്ചിരുப்பேன். போதைப் பொருள் கலாச்சாரம் அதை கண்ட்ரோல் பண்றதுக்கு என்னென்ன ஸ்டெப்ஸ் எடுக்கணும், என்னென்ன முயற்சிகள் எடுக்கணும், இன்னிலிருந்து அதை நான் എടുப்பேன். പറഞ്ഞതെല്ലാം നടപ്പാക്കുമെന്ന് വിജയ്. അധികാര കേന്ദ്രം താൻ തന്നെ. ജനങ്ങളുടെ ചില്ലിക്കാശ് തൊടില്ല. അഴിമതി എന്ന ചിന്ത പോലും ഉണ്ടാകരുതെന്ന് മുന്നറിയിപ്പ്. இந்த விஜய் தப்பு பண்ண மாட்டான், தப்பு பண்ணவும் விட மாட்டான். அது யாராக இருந்தாலும் சரி, என்னோட கவர்மெண்ட்ல என் கூடவே இருக்கிறவங்களாகவும் சரி விட மாட்டான். DMK സർക്കാരിന് വിജയിയുടെ രൂക്ഷ വിമർശനം. മുൻ സർക്കാർ ഖജനാവ് കാലിയാക്കി. ധനസ്ഥിതിയെപ്പറ്റി ധവളപത്രം പുറത്തിറക്കുമെന്ന പ്രഖ്യാപനം. 10 லட்சம் கோடிக்கு மேல கடன் வாங்கி வச்சுட்டு போயிருக்கிற இன்னைக்கு அந்த தமிழ்நாடு அரசு இருக்கிறப்போ, கஜானாவை சுத்தமா தொடச்சி வலிச்சு வச்சுட்டு போயிருக்கிறப்போ உள்ள போய் பார்த்தாதான் தெரியும் எது எந்த நிலைமையில இருக்குன்னு. என்ன இருக்கு என்ன இல்ல, எது எந்த நிலைமையில இருக்கு எது எந்த நிலைமையில இல்ல. சோ அதையெல்லாம் பார்த்துட்டு உங்களுக்கு ஒரு வெள்ளை அறிக்கையா அது வெளியிடணும்னு நான் நினைக்கிறேன். ഒപ്പം നിന്നവർക്ക് വിജയ് നന്ദി പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ സഹോദരനെന്ന് വിശേഷിപ്പിച്ച് പിന്തുണച്ച എല്ലാ കക്ഷികൾക്കും നന്ദി. பாராளுமன்ற எதிர்க்கட்சி தலைவர் மதிப்புக்குரிய மை பிரதர் திரு ராகுல் காந்தி அவர்கள், காங்கிரஸ் கட்சியின் பொதுச் செயலாளர் மதிப்புக்குரிய திரு KC വേണുഗോപാൽ அவர்கள், உங்க எல்லாரையும் வருக வருக என்று வரவேற்கிறேன். സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേക സേന, ലഹരിക്കെതിരെ സ്ക്വാഡ്, 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി എന്നീ ഉത്തരവുകളിൽ ആദ്യ ദിനം തന്നെ വിജയ് ഒപ്പിട്ടു. വാഗ്ദാനങ്ങൾ അതെല്ലാം അക്കമിട്ട് നിരത്തി നടപ്പാക്കുമെന്നാണ് വിജയ് പറയുന്നത്. അതുമാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില വളരെ മോശമാണ്. അതിനെക്കുറിച്ച് ഒരു ധവളപത്രം ഇറക്കും. കാര്യങ്ങളെല്ലാം ജനങ്ങൾ അറിയണം. ജനങ്ങളിൽ നിന്ന് തനിക്കൊന്നും മറച്ചുവെക്കാനില്ലെന്ന് വിജയ് ആണയിട്ട് പറയുന്നു. ശ്രീകാന്ത് ഗൗരിശപ്പട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.